ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവകൃപയാൽ നാം ഇന്ന് 18-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ദൈവത്തെ തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു ദീർഘമായൊരു സങ്കീർത്തനമാണ്. ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്നും കുറച്ച് വാക്യങ്ങൾ, 50 വാക്യങ്ങൾ അടങ്ങിയൊരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. ദൈവം കൃപ ചെയ്യുന്ന പോലെ ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. വിശദമായൊരു പഠനമൊന്നും ഈ ക്ലിപ്ത സമയത്തിന് ഉള്ളിൽ നടക്കുകയില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിച്ച് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഹെഡിങ് തന്നെ യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. എന്താണ് ആ സന്ദർഭം? യഹോവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. ഒരു സോങ് ഓഫ് വിക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ജയത്തിൻ്റെ ഒരു ഗീതം, അല്ലെങ്കിൽ പാസ്റ്റ് മെമ്മറീസ് ഓഫ് വിക്ടറീസ് ആൻഡ് ഓവർകമ്മിങ് ലൈഫ്. പൂർവ്വകാലത്തെ, കഴിഞ്ഞ കാലങ്ങളിലെ ജയത്തിൻ്റെയും വിജയത്തിൻ്റെയും എല്ലാം ഓർമ്മകൾ, അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതാണ് അവിടെ ഈ സങ്കീർത്തനത്തിൻ്റേത്. നമ്മൾ പലപ്പോഴും പൂർവ്വകാലങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത, അല്ലെങ്കിൽ പ്രസൻ്റായിട്ടും ദൈവം ചെയ്ത നന്മകളെ പലപ്പോഴും ഓർക്കാറില്ല, ദൈവത്തെ സ്തുതിക്കാറില്ല. അല്ല, സ്തുതിയാണ് ഏറ്റവും വലിയത്. നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ അടുക്കൽ 10 കുഷ്ഠരോഗികൾ വന്ന് ആ കർത്താവ് വാക്കുകൊണ്ട് അവരെ സൗഖ്യമാക്കി. അവർ പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നു. പക്ഷെ സൗഖ്യം പ്രാപിച്ചപ്പോൾ അതിൽ ഒരാൾ മാത്രം മടങ്ങി വന്നു എന്ന കർത്താവ് പറയുന്നവിടെ. അത് വിജാതീയന ശമരിയക്കാരനായിരുന്നു അതും തിരിച്ചു വന്നത്. 9 പേരും സൗഖ്യമെല്ലാം വാങ്ങിക്കൊണ്ട് തിരികെ പോയി. ഇത് നമുക്കൊരിക്കലും പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അതിന് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തോട് തന്നെ ചേർന്ന് നിൽക്കാൻ, അനുഗ്രഹങ്ങൾ വാങ്ങി അനുഗ്രഹത്തിന് പിന്നാലെ പോകാനല്ല, അനുഗ്രഹദാതാവിനോട് കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ അനുഗ്രഹമുള്ളെന്ന തിരിച്ചറിവിലേക്ക് നാം കടന്നു വരണം. അതുകൊണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവം. എല്ലാറ്റിലും താങ്ക്സ് ഗീവിങ് ഈസ് ബെസ്റ്റ് ഗീവിങ് എന്ന് പറയും. അത് ചുമ്മാ നമ്മൾ ഈ താങ്ക്സ് എല്ലാത്തിനും പറഞ്ഞ് അതിൻ്റെ വാക്കിന് വില കളഞ്ഞുവരിക്കാം. എന്നാൽ നമ്മൾ യഥാർത്ഥമായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായി, സ്തോത്രം അർപ്പിക്കുന്നവരായി. മാത്രമല്ല, ടു പ്രൈസ് ഹിസ് നെയിം ബിഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പാകെ നാം ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ ട്രയൽസ്, ഓരോ പരിശോധനകളും പരീക്ഷകളും ഒക്കെ തൽക്കാലം സന്തോഷമാണ്. പക്ഷെ അതിൽ കൂടെയൊക്കെ നടത്തിക്കൊണ്ട് പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫലമെന്ന് പറയുന്നത് ഇതാണ്, ജയത്തിൻ്റെയൊക്കെ, ആനന്ദത്തിൻ്റെ, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് സ്വീറ്റ് മെമ്മറീസ്. അതൊക്കെയാണ് ഈ വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തുന്നതോടെയൊക്കെ അനേകരുടെ ജീവിതത്തിൽ അനേകർ ഡ്രൈ ആണ്, വരണ്ടുപോയ ജീവിതങ്ങൾ. എന്നാൽ ദൈവത്തോട് കൂടെ തങ്ങളുടെ യൗവനവും എല്ലാം ചെലവഴിച്ചവരുടെ ജീവിതങ്ങൾ, അത് മെമ്മറി, അത് വണ്ടർഫുൾ, അത് മനോഹരമാണത്. അതിങ്ങനെ പച്ചവെച്ചും പുഷ്ടി വെച്ചും ഇരിക്കും. ദൈവത്തിൻ്റെ കൃപകൾ ഓർക്കാനും പൂർവ്വകാലങ്ങൾ ദൈവം നടത്തിയ വിധങ്ങളെല്ലാം ഓർക്കാനും അത് സ്വീറ്റ് മെമ്മറീസ് ആയിരിക്കും. അവിടെ ചിന്തകൾ മുഴുവൻ ശുദ്ധമായിരിക്കും. എല്ലാം അവർക്ക് എപ്പോഴും ഒരു നിറവിൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഏതാണ് യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്തിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും നിനക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന നാൾ വരികയും ചെയ്യും. ഇന്ന് നിനക്ക് ഇഷ്ടമായതെല്ലാം അനിഷ്ടമായി മാറും ഒരു ദിവസം. അപ്പം ഇന്ന് ദൈവത്തെ നീ മുൻനിർത്തിയാൽ, ദൈവത്തെ നിൻ്റെ കൂടെ ചേർത്താൽ, ദൈവത്തോട് കൂടെയാണെങ്കിൽ പിൻവരുന്ന ജീവിതങ്ങൾ മനോഹരമായിരിക്കും. അതിലൂടെ നമ്മൾ സങ്കീർത്തനത്തിലേക്ക് പോകാം. ഇവിടെ ദാവീദ് ആദ്യം ദൈവത്തെ പ്രൈസ് ചെയ്യുക. കുറേ ഉപമാനങ്ങൾ ദാവീദ് പറയും, ഉപമകൾ. ദൈവത്തെ എന്തോടെ അവിടെ പറയും, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുന്ന ഒരു അനുഭവം എത്ര മനോഹരമാണ്. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും. ഈ ശൗലിനെ ഒളിച്ചു നടന്ന നാളുകളിലൊക്കെ ദാവീദിലൊക്കെ അനുഭവമാണ്. ഒരു പാറയുടെ മറവെന്ന് പറയുന്നത് അത് അത്യന്താപേക്ഷിതമായി വന്നിരുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശൗലിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് കാട്ടാടിൻ പാറകളിൽ, മലകളിൽ, ശൈലങ്ങൾ, കുന്നുകളിൽ, ചെരുവുകളിൽ, മരത്തിൻ്റെ തണലിൽ. അപ്പോൾ അതെല്ലാം ജീവിത അനുഭവങ്ങളാണ്. അതെല്ലാം ഓർത്തുകൊണ്ട് പറയുക, ഇവിടെയെല്ലാം ആ പാറയായിരുന്നില്ല, പക്ഷേ യഥാർത്ഥമായിട്ട് എന്നെ സംരക്ഷിച്ച ദൈവമായിരുന്നു. അതാ ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ ശൈലമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ ഉണ്ടോ, എൻ്റെ പരിച, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗൗരവമാണ്.
ഇതൊക്കെ ദാവീദിന് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചില വെപ്പൻസ് ആൻഡ് സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളും ആയുധങ്ങളും ഒക്കെ. പക്ഷെ അതൊക്കെ ദൈവമായിരുന്നുവെന്ന്, എന്നാൽ ആ വസ്തുക്കളല്ല ദൈവം, അതെല്ലാം ദൈവമാണ് അതിനൊക്കെ കൃപ തന്നത് എന്ന്, അതെല്ലാം പ്രയോജനകരമായി മാറിയത്, അനുഗ്രഹമായി മാറിയത് ദൈവ സാന്നിധ്യത്തോടു കൂടിയാണെന്നുള്ളതാണ് ദാവീദ് പറയുന്നത്. എന്നാൽ പറയാം, എൻ്റെ പരിചയം രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളെ ഇന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണവാശങ്ങൾ, പിന്നെ തൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുകയാണ്. മരണവാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയെ ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. ഇതിനുമുമ്പ് ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടി ഉറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾക്കുള്ള ഇളകി. അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായിച്ചിറങ്ങി. കൂരിരുൾ അവൻ്റെ കാൽ കീഴുണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, കാറ്റിൻ്റെ ചെറിയന്മയിൽ നിന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തിൽ തന്നെ മറവും ജലതാമസനെയും ആകാശമേഖലയും തന്നെ ചുറ്റും കൂടാരവുമാക്കി. അവന് മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന് മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്ത് ഇടമുഴക്കി, അത്യുന്നതൻ്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. യഹോവയെ നിന്റെ ഭത്സനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. ഇവിടെ ദാവീദ് ദൈവത്തോട് നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത രീതിയിൽ അവിടെ എഴുതിയിരിക്കുക. കഷ്ടതയെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ട ദൈവം. തിരുമുൽ ഞാൻ കഴിച്ച പ്രാർത്ഥന ഒരു ചെവിയിലെത്തിയെന്നാണ് പറയുന്നത്. ഇതെല്ലാം വെറും ഊഹത്തിലുള്ളൊരു ജീവിതമല്ല, ഇമാജിനേഷൻസ് അല്ല, സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ല. ഇതെല്ലാം ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്, വിലയേറിയ അനുഭവങ്ങൾ, വിലയേറിയ പാഠങ്ങൾ, മനോഹരമായ ഓർമ്മകൾ. അതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടതകളിൽ, വേദനകളിലെല്ലാം കൂടെ ഇരുന്ന ദൈവം നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദ്. ദൈവം ഇറങ്ങി വരുന്നതാണ് പറയുന്നത്. പലപ്പോഴും സാഹചര്യങ്ങളൊക്കെ, അപ്പോൾ ദൈവം ഇറങ്ങി വരുമ്പോൾ ട്രംബിളിങ് സിറ്റുവേഷൻസാണ് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ പ്രതികൂലം, ഭയങ്കര ഇതൊക്കെ ചിന്തിക്കുക, അതിൻ്റെ പിന്നിൽ ദൈവമുണ്ടെന്ന്. കൂരിരുൾ അവൻ്റെ കാൽക്കീഴുണ്ടായിരുന്നു. ചിലപ്പോൾ അന്ധകാരം മൂടിയെന്ന് പറയും, പക്ഷേ അന്ധകാരത്തിന് ശേഷം ഇത് വലിയ പ്രകാശമായിട്ട് അവൻ വരുന്നത്. ഇവിടെ പിന്നെ പറയാം, ആലിപ്പഴവും തീക്കനലും ഒരുമിച്ച് പെയ്തു. അതെങ്ങനെയാണ്? ആലിപ്പഴം എന്ന് പറഞ്ഞാൽ മഞ്ഞത്തുള്ളി, ഈ ഹെയിൽസ്, അതായത് ഈ മഞ്ഞിൻ്റെ കഷ്ണങ്ങളാണല്ലോ, ഐസ് ബഗ്സ് അല്ല, മഞ്ഞിൻ്റെ കഷ്ണങ്ങൾ. അതും ആലിപ്പഴവും തീക്കനലും അവൻ്റെ മേഘങ്ങൾ കൊടുക്കും. രണ്ടും അങ്ങനെ ചേരുന്നത്. തീയൊന്ന്, വെള്ളമൊന്ന് തീയെ കെടുത്തി കളയണ്ടേ? പക്ഷെ ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഇത്. നമ്മുടെ ചിന്തയ്ക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കും ഒക്കെ വിരുദ്ധമായി ദൈവം, കാരണം ദൈവം സർവശക്തനാണ്, ദൈവത്തിന് സകലം സാധ്യമാണ്. ഇനി അതെങ്ങനെയാണ് ദാവീദ് പറയുകയാണ്, അവൻ ഉയരത്തുനിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിന് വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ പകച്ചോടൊക്കെ അവനെ വിടുവിച്ചു. പെരുവെള്ളം എന്നൊക്കെ പറയുന്ന ജീവിതത്തിലെ അനുഭവങ്ങൾ, ദുരന്തങ്ങളും ഒക്കെയാണ്. എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ പകച്ചോടൊക്കെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ശരിയാണ്, എന്നെ ആക്രമിച്ചവർ, എന്നെ എതിരിട്ടവർ, ശൗല്, അവൻ്റെ സൈന്യം. എനിക്ക് ഒരു സൈന്യമില്ലാതെ കാടുകളിൽ കൂടെ അലഞ്ചുടയിലുമ്പോഴൊക്കെ. എന്നാൽ ദൈവം ഇവിടെ പറയണേ, അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. നല്ല കാലങ്ങളിലല്ല, ദാവീദ് രാജാവായിരുന്നപ്പോഴല്ല, ഈ ഒന്നുമില്ലാതെ കാടുകളിലൊക്കെ വലഞ്ഞപ്പോഴാണ് ശൗല് പിന്നിൽ പോയി ആക്രമിക്കുന്നത്. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അതാണ് സ്വീറ്റ് വേർഡ് എന്ന് പറയുന്നത്. യഹോവ എനിക്ക് തുണയായിരുന്നു, തുണയായി വരുന്നൊരു ദൈവം. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നുകൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എൻ്റെ കൈകളുടെ വെടുപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എൻ്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവൻ്റെ വിധികളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്, അവൻ്റെ ചട്ടങ്ങളെ ഞാൻ വിട്ട് നടന്നിട്ടുമില്ല. ഞാൻ അവൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു, അകത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എൻ്റെ നീതി പ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിന് പ്രകാരവും എനിക്ക് പകരം നൽകി. എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച ഒരു ദാവീദിനെയാണ് നമുക്കവിടെ കാണുന്നത്. തുടർന്ന് കാണുകയാണ്, ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു.
ഇളയ ജനത്തെ നിരക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശിക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. ഇവിടെ ഇതെല്ലാം ഓരോന്ന് വിവരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഇത് 2 പാർട്ടായിട്ട് നമുക്ക് ചിന്തിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. 2 പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത്, ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ ദ്രോഹം ചെയ്തുമില്ല. അവൻ്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എൻ്റെ നീതിപ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിന് പ്രകാരവും എനിക്ക് പകരം നൽകി. പിന്നെ പറയാം, ദയാലുവോട് ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കും. അതായത് ഓരോരുത്തരുടെ ജീവിതത്തിനൊത്തോണം ദൈവം അവൻ്റെ തിന്മകളെ വെളിപ്പെടാൻ തക്കണം അവരോട് അങ്ങനെ ഇടപെടുകയാണ്. വക്രനോടാണ് ദൈവം വക്രതയോടെ എന്ന് പറഞ്ഞാൽ, ദൈവം വക്രത എന്നല്ല, അവൻ്റെ ആ വക്രത മനസ്സിലാക്കാൻ തക്കൊണ്ട് കൂക്കട്ടെ അവന് ദയ കാണിക്കാതെ അവനോട് ഇടപെടുന്നു. കരുണ കാണിക്കുന്നവന് ദൈവം കരുണ കാണിക്കും, കരുണയില്ലാത്തവനോട് കരുണ കാണിക്കുകയില്ല. അതാണ് നമ്മൾ കർത്തൃ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളോട് ക്ഷമിക്കണമേ. ദുഷ്ടങ്ങൾ നിങ്ങൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദുഷ്ടൻ ശത്രുവായ സാത്താനാണ്. എന്നാൽ മനുഷ്യരുടെ അവരോട് കടങ്ങളെ ക്ഷമിക്കാൻ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണം. വ്യവസ്ഥ വെച്ചുള്ള ഒറ്റ ഒരു ഇതേ ഉള്ളൂ അതിനകത്ത്. മറ്റുള്ള എല്ലാം യാചനകളാണ്. എന്നാൽ ഇവിടെ വ്യവസ്ഥ വെച്ചൊരു കാര്യം പറയാം, ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ, അതാ കർത്താവ് പറഞ്ഞത്, ഹൃദയപൂർവ്വം ക്ഷമിക്കുക. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് വെച്ചാൽ 70 വട്ടം ക്ഷമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 490 പ്രാവശ്യം എന്ന് പറയാം. അതായത് കംപ്ലീറ്റ്നെസ് ആക്കി. 7 എന്ന് പറയുന്നത് പൂർണ്ണതയെ കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്ഷമ, മറ്റുള്ളവർക്ക് നമ്മൾ ക്ഷമ കൊടുക്കുക, ദൈവത്തിലേക്ക് വിടുക. വിധിയെല്ലാം ദൈവമാണ് വിധിക്കുന്നത്. നമ്മുടെ ദൈവം പറയുന്നത് ക്ഷമിക്കാനാണ്, forgive others. ഇവിടെ വളരെ മനോഹരമായ ഇനി അവിടെ ഒരു വാക്യം പറയാം, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഈ ദീപം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. അപ്പം നമ്മുടെ ആത്മാവ് പ്രകാശമാനമാകുമ്പോൾ ദൈവത്തിൻ്റെ ദീപമാണത്. പിന്നെ പറയുക, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റിമറിക്കുക എന്ന് പറയുന്നത്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ദൈവത്തിൻ്റെ വഴിത്തിലുള്ള യഹോവയുടെ വചനം ഊതിക്കഴിച്ച് തന്നെ ശരണമാക്കുന്നവർക്കും പരിചയമാകുന്നു. ദൈവത്താൽ ഓവർകമ്മിങ് ഹാർഡിൽസൊക്കെ ഈ കടക്കൂടെ. അപ്പോൾ എൻ്റെ പ്രതിബന്ധങ്ങളെല്ലാം ഞാൻ ചാടിക്കടക്കും, ഓവർകം ചെയ്യും. എങ്ങനെ? എൻ്റെ ദൈവത്താൽ. എൻ്റെ ദൈവം അതിന് എനിക്ക് കൃപ നൽകും, ബലം നൽകും, ശക്തി നൽകും. എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഞാൻ മറികടക്കും എൻ്റെ ദൈവത്താൽ. ദൈവത്തിൻ്റെ തന്നെ ശരണമാക്കുന്നവർക്കും പരിചയമാണ്. അതുകൊണ്ട് ദൈവത്തെ സമ്പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കും. ഇതുപോലെ നമുക്ക് മനോഹരമായ സ്വീറ്റ് മെമ്മറീസ് അത് നമ്മൾ വരുമ്പോൾ ദൈവത്തെ നമ്മൾ അറിയാതെ നമ്മൾ സ്തുതിക്കും. സ്പോണ്ടേനിയസ് ആയിട്ട് ദൈവസ്തുതി നമ്മളൊന്ന് ഉയരും. ദൈവത്തെ നമ്മൾ സ്തുതിക്കും, മനം നിറഞ്ഞ് സ്തുതിക്കും, അകമഴിഞ്ഞ് സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. അത് മനോഹരമാണ്, മാധുര്യമേറിയതാണ് ദൈവത്തിൻ്റെ വഴികൾ. അർപ്പണം ചെയ്യാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സൃഷ്ടാവാം ദൈവമേ, ഉടയവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ കർത്താവെ ഉടയ്ക്കപ്പെട്ട് രൂപപ്പെട്ട് പണിയപ്പെട്ട് നിൻ്റെ കരങ്ങളിൽ മെരുങ്ങുന്ന ഉപകരണമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സങ്കീർത്തനത്തിലെ മനോഹരമായ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ ദാവീദ് പറയുമ്പോൾ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം കൈപ്പല്ല മധുരമാക്കി മാറ്റുന്ന ദൈവം, എല്ലാം മാധുര്യമായ ഓർമ്മകളാക്കി മാറ്റുന്ന അനുഭവം, പ്രതികൂലങ്ങളിലെല്ലാം അനുകൂലമായി നിന്നുകൊണ്ട് ദാവീദിനെ സഹായിച്ച ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിങ്ങൾ ശരണപ്പെടുന്നു, നിങ്ങൾ ആശ്രയിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാന തിരുവഴുത്തും പ്രകാരം ഞങ്ങൾ സമ്പൂർണ്ണമായി നിന്നിൽ ആശ്രയിക്കുന്നു. നിൻ്റെ സഹിത്വം ഞങ്ങൾക്ക് തരണമേ. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്ന് പറയുന്ന പോലെ അപ്പോൾ നിൻ്റെ സാന്നിധ്യം എത്ര ശ്രേഷ്ഠമാണ്. ഒരു ലോകത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയെക്കാളല്ല എത്രയോ അത് വിവരിക്കാൻ പറ്റാതെ വണ്ണം അപ്പോൾ നിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ തുടർന്ന് അനുഗ്രഹിക്കണമേ. നടക്കേണ്ടുന്ന വഴി ഞങ്ങൾ കാണിച്ചു തരണമേ. നിൻ്റെ സത്യത്തെ തന്നെ ഞങ്ങളെ നടത്തി ഇവിടെ നിന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് രക്തം ഞങ്ങൾ വീണ്ടെടുത്ത യേശുവെ, സമ്പൂർണ്ണമായി ഞങ്ങളുടെ ജീവിതങ്ങളെ, ആത്മശരീര മനസ്സുകളെ നിൻ്റെ അണുപ്പഴുതുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ ദീപത്തെ, ഞങ്ങളുടെ ആത്മാവിനെ പ്രശോഭിപ്പിക്കണമേ.
ആത്മാവിൻ്റെ വഴികൾ കൂടെ ആത്മീയമായി സഞ്ചരിക്കുവാൻ കൃപ തരണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. മഹത്വം അവിടെ നിന്ന് മാത്രം എടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.